പടച്ചറബേ, ഈ കോഴിക്കുട്ടികളെ കൊണ്ട് തോറ്റു. കാക്കി കോഴി ഒക്കെ കൂടെ വന്നങ്ങാണ്ട് നമ്മൾ കുറച്ച് നെല്ല് ഉണങ്ങാനിട്ടതാ. അതിൻ്റെ മണ്ടയിൽ ചിക്കി ചെനക്കി എങ്ങനാ ഈ ജന്തുക്കളെ ഇവിടുന്ന് ഒന്ന് പറഞ്ഞയക്കുക. ഹേയ് മടുത്തു ഞാൻ. എന്താ ഇറ്റയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ ഖദീസുത്താൻ്റെ നെല്ല് തിന്നാൻ വേണ്ടി വന്നിക്കണ് നിങ്ങൾ. പോയിക്കാണി കോഴിയെ, പോയിക്കാണി കോഴിയെ, കോഴി കാക്ക ഒക്കെ പറന്നോയിക്കാണി. എന്താണിത്? ആ ആ ആ ഇറ്റനെ ഇത് വെച്ചിട്ടൊരു ഏറ് കൊടുക്കട്ടെ, എന്നാലും ഇറ്റ മര്യാദ ആവുള്ളൂ. എറിഞ്ഞിട്ട് ഞാൻ ഇതാ ആ അങ്ങോട്ട് കാക്കെ അനക്കിട്ട് ഞാൻ തരാം, അനക്കിട്ട് ആ ആ അങ്ങനെ തന്നെ. ഇനി വരൂല, മതിയായിക്കണു, ഇനി ഒരിക്കലും വരൂല. കാജി സുൽത്താൻ്റെ നെല്ലുന്നാൻ വന്നിക്കണ, ഇനി മേലിൽ വരൂല. എൻ്റെ പറമ്പിൽ നിന്ന് കൊണ്ടുവരുന്ന നെല്ലാണ്, എൻ്റെ കുടിയിൽ നിന്ന് എൻ്റെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന നെല്ലപ്പതേ, വേറെ എവിടെ നിന്ന് കൊണ്ടുവരണല്ല. അതൊക്കെ അങ്ങനെ വെച്ചുണ്ടാക്കി തിന്നാനൊന്നും ഓൽക്ക് ഇഷ്ടമല്ല. ഞാനൊക്കെ ശരിയാക്കി കൊടുത്താൽ മാത്രം ഓല് തിന്നും. അജാതിയാണ്. ആ ഉമ്മ, ഓന് അക്ബർ അവിടെ കിടന്ന് നിലവിളിച്ചിട്ടുണ്ടല്ലോ. ഓന് മാത്സിൻ്റെ അസംബ്ലിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുന്ന വെച്ച് സാധനമൊക്കെ പാടെ നിങ്ങളെടുത്ത് കാക്കേനെയും കോയിനെയും എറിഞ്ഞു പറയണ്ടല്ലോ. ഇങ്ങോട്ട് നോക്കുമ്മ, ഓന് ഇന്നലെ രാത്രി മൊയ്യ് ഓർക്കൾ ചെന്ന് ഉണ്ടാക്കിയതാ. ഓൻ്റെ സ്കൂളത്തെ മാസ്ക് ഓനെ ജീവനാ. ഓന് ഇമ്മാതിരി പണി കാണിച്ചതൊന്നും കൊണ്ടു ചെന്നില്ലെങ്കിലുണ്ടല്ലോ മാസ്ക് ഓനോട് വെറുപ്പാവും. നിങ്ങൾ ഒരുമാതിരി പണി ഒപ്പിച്ചിരിക്കണ്. എത്ര അമ്മ നിങ്ങളെ ഞാൻ ചെയ്യണ്ടേ? എന്തൊരു മനസ്സത്യ നിങ്ങൾ. ഹേയ് ഇമ്മാരി വല്യമ്മമാരുണ്ടാവുമോ കുട്ടികൾക്ക്? ഗണിത അസംബ്ലിയാണ് ഇന്ന്, ഗണിത മാത്സിൻ്റെ അസംബ്ലിയാണ്. മനസ്സിലായി ഞങ്ങൾക്ക്? അത് ശരി. എന്തുത്തെ അസംബ്ലി? കോഴി നെല്ല് എന്ന് എന്നാൽ അതിനെ എറിഞ്ഞു ഓടിക്കണ്ടേ? സാധാരണ സാധനം കൊണ്ടൊന്നും എറിഞ്ഞിട്ട് അത് പോണില്ല. ഞാൻ എന്ത് വെച്ചു, ആ എടുത്തിട്ട് എറിഞ്ഞത് ഒറ്റ പോക്കാ പോയി. കാക്കയില്ല, ഇപ്പോൾ കോഴിയില്ല. ആ ആ ആ പിന്നെ ഇജ്ജെന്താണ് അതിനെക്കുറിച്ച് പറയണത്? ഇത് നെല്ല് നോക്കണ്ടേ നമ്മൾ? കുട്ടികൾക്ക് എന്തുത്തെ അസംബ്ലി? എന്ത് അസംബ്ലി? എനിക്കൊന്നും അറിയില്ല. എന്ത് സാധനം അത്? ഓനെന്നോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷെ എന്തെന്നായി പറയണേ? ഒരു തള്ളീൻ്റെ ഒരു കുട്ടിയുണ്ട്, ഒരുമാതിരി തൊള്ള പൊളിച്ച് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് വലിയ വിദ്യാഭ്യാസം ഉണ്ട് എന്നാ എൻ്റെ വിചാരം? എടി ഞാനും പഠിച്ചതാടി 5ാം ക്ലാസ് വരെ. പോയാ അവിടുന്ന്. എന്നെ കൊണ്ട് ഞാൻ ഉണ്ടല്ലോ. എടി എൻ്റെ കുട്ടിക്ക് ഇജ്ജുണ്ടാക്കി ഓനെ പഠിപ്പിച്ചായിട്ട് കൊണ്ടുപോയിക്കോട്ടെ. അക്ബറേ, ഉമ്മ അതൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞിക്കണോ? വല്യുമ്മ മുഴുവെടുത്ത് വലിച്ചെറിഞ്ഞിക്കണോ? ഉമ്മ തപ്പി നോക്കട്ടെ, ഇനി എല്ലാതും പോയിക്കണോ? ഉമ്മ ഒന്ന് തപ്പി നോക്കട്ടെ. എടാ, ഇപ്പോൾ എനിക്ക് 3 കിട്ടിയിട്ടോ, 1 മാത്രം കിട്ടിയിട്ടില്ല. അത് ഏതൊക്കെയാ എനിക്ക് വെച്ചിട്ടുണ്ടോ? SAS, ASA, RHS, ഇങ്ങനെ 3 കിട്ടീന്. ഡാ, ഒന്നും കൂടി ഉണ്ടല്ലേ? 4 ഉണ്ടല്ലേ? SSS, അത് കിട്ടിയില്ല കുട്ടിയെ, കിട്ടിയില്ല. ഉമ്മ ഒന്നും കൂടി നോക്കട്ടെ മനുഷ്യ. ഉമ്മ നിങ്ങൾ എവിടെ ഇത് കൊണ്ടിട്ടേ ഒന്ന് പറയുമ്മ. കിട്ടിയിടാ മോനെ. ഇതാ അതൊക്കെ കീറി നാശായിക്കണു. വല്യമ്മ അങ്ങോട്ട് ബെയിലീൻ്റെ പുറത്തേക്കേറ്റ് എറിഞ്ഞിട്ട് ഒക്കെ നാശായിക്കണു. എൻ്റെ കുട്ടിയെ എന്താപ്പ ചെയ്യമ്മ. ഞാൻ ഈ കുട്ടീനെ ഇങ്ങനെ സ്കൂളിലേക്ക് ഗണിത അസംബ്ലിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഇച്ചല്ല. എന്തിത്ത് എൻ്റെ SSSൻ്റെ ഭർത്താനം ഇജ്ജ് പറയണ്? എടി ഓൻ്റെ SL അടി ഇന്നലെ ഇജ്ജ് വൈകുന്നേരം ആയപ്പോൾ തിരുമ്പി കൊണ്ടുപോയിട്ട് ആ ബേലിമേലിട്ടത് ഞാൻ കണ്ണ് കൊണ്ട് കണ്ടതാ. എന്നിട്ട് ഇജ്ജ് എന്തെന്നാ പറയണേ? ചെറിയ കുട്ടിയാ പറഞ്ഞ് ഇജ്ജ്. ഓളെന്താ അറിയോ, ഓനെ കൊണ്ട് അജായി സാധനങ്ങളും കൂടി തിരുമ്പാൻ സമ്മതിച്ചൂല. ആജാതി പെണ്ണാണ് ഓൾ. എന്നിട്ട് അത് അവിടെ ഇട്ട് ഓൾക്ക് ഓർമ്മയില്ല. എന്നിട്ട് ഇപ്പം ഞാൻ ഓൻ്റെ എടുത്തു അത്രേ. ഹൈ എൻ്റെ കുട്ടിയെ, ഞാനൊക്കെ 5ാം ക്ലാസ് വരെ സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. നല്ല അന്തസ്സായിട്ട് പോയിന്ന്. അങ്ങനത്തെ ആൾക്കാരാ എന്നോട് അജ്ജിമാര് വർത്താനം പറയണേ. 5ാം ക്ലാസ്സിൽ നല്ല ചോർക്കുണ്ടായിരുന്നതുകൊണ്ട് എൻ്റെ മൊയ്തൊക്കെ വന്ന് നാത്തണ്ട് കെട്ടിക്കൊണ്ട്. റുക്കീനെയും മൈമൂനേനെയും ഒക്കെ പിന്നെ ഓല് 7ലും 8ലും ഒക്കെ എത്തിയിട്ടേന്നു കെട്ടിയത്. ഇപ്പം അങ്ങനെയാണല്ലോ. അല്ലാണ്ട് ഇജാതി എൻ്റെ പോലത്തെ ഇമ്മാതിരി പഠിത്തമല്ല അന്നത്തെ പഠിത്തം. അത് വേറെ നല്ല അന്തസ്സുള്ള പഠിത്തമാണ്. കുറേ എസ്സും കുറേ മരക്കട്ടിയും
ഓരോ സാമാനങ്ങൾ ഉണ്ടാക്കിങ്ങാണ്ട്. കൊള്ളാലോ. മോനെ അക്ബറേ ഇജ്ജ് പേടിക്കണ്ടട്ടോ. ദാ ഉമ്മ ദാ എനക്ക് അത് ഉണ്ടാക്കി തരാം. ഇപ്പം ഉണ്ടല്ലോ കുറച്ച് കഴിയുമ്പോൾ വരുവേ. അപ്പ വരും എന്നെ കൊണ്ടുപോയിട്ട് സ്കൂട്ടറിൽ ആക്കൂട്ടോ സ്കൂളിൽ. ഉമ്മ അപ്പളേക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഉമ്മ എസ് ഉണ്ടാക്കി വെച്ചേക്കാട്ടോ. ഇജ്ജ് കരയല്ലേ, ഇജ്ജ് നിലവിളിക്കല്ലേ അക്ബറേ. ഗണിതാസംബ്ലി ആകുമ്പോഴേക്ക് കൊണ്ടുവിടാം കേട്ടോ.